ക്ഷേത്രത്തിന്റെ ഇരുളടഞ്ഞ ഇടനാഴികളിൽ ആർഷനെ കാത്തിരിക്കുന്നത് മരണമാണ് അതോ മഹത്തായ അറിവോ? സിറോയുടെ ത്യാഗത്തിന്റെ ഞെട്ടിക്കുന്ന നിമിഷങ്ങൾ. അദൃശ്യവേദ. രാത്രി 12 മണി. ആർഷനും സിറോയും അതീവ രഹസ്യമായി പുരാതനമായ ആ ക്ഷേത്രത്തിനുള്ളിൽ കടക്കുന്നു. സിറോയുടെ സഹായത്തോടെ സെക്യൂരിറ്റി ക്യാമറകൾ കബളിപ്പിച്ച് അവർ ക്ഷേത്രത്തിന്റെ ഉള്ളറയിലെത്തുന്നു. അവിടെ വിചിത്രമായ ചിഹ്നങ്ങൾ കൊത്തിയ ആ കൽത്തൂണിന് മുന്നിൽ ആർഷനെത്തുന്നു. സിറോ, ഈ ചിഹ്നങ്ങൾ നോക്കൂ. ഇത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആരോ കൊത്തിവെച്ചതാണ്. ആർഷൻ, ഞാനിതൊന്ന് സ്കാൻ ചെയ്തോട്ടെ? ആർഷൻ അനുവാദം നൽകുന്നു. സിറോയുടെ കണ്ണുകളിൽ നിന്ന് മഞ്ഞ വെളിച്ചം ആ ചിഹ്നത്തിനുമേൽ പതിയുന്നു. അതിനുശേഷം സിറോ പറഞ്ഞു തുടങ്ങി, ഇത് പഞ്ചഭൂതങ്ങളിലെ ആദ്യത്തെ മൂലകമായ ഭൂമിയുടെ ചിഹ്നമാണ്. ഇതിലൊരു രഹസ്യ സൂചനയുണ്ട്. എന്റെ നിഗമനം ശരിയാണെങ്കിൽ ഇവിടുന്ന് വലതുമാറി 2 ഇടനാഴികൾക്കപ്പുറം ഒരു ശിലാഫലകം നിനക്ക് അറിവ് നൽകും. അവർ ആ ഇടനാഴികൾ കടന്ന് മുന്നോട്ടു നീങ്ങുന്നു. അവിടെ ഒരു ശിലാഫലകത്തിൽ ഒരു മനുഷ്യന്റെ കൈപ്പത്തിയുടെ ചിഹ്നം കൊത്തിവെച്ചിരിക്കുന്നത് ആർഷൻ കാണുന്നു. കൗതുകത്തോടെ ആർഷൻ തന്റെ വലതുകൈ ആ ചിഹ്നത്തിനുമേൽ വയ്ക്കുന്നു. അടുത്ത നിമിഷം ആ ശിലയിൽ നിന്ന് ഒരു വെള്ളിപ്രകാശം പുറപ്പെട്ട് അവന്റെ കൈകളെ പൊതിയുന്നു. ആർഷന് കൈ അനക്കാൻ കഴിയാതെയാകുന്നു. അവൻ ഒരു മൺശില്പം പോലെ അവിടെ തറഞ്ഞു നിന്നു. ആർഷൻ ഭയത്താൽ വിളറി. ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സിറോ, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. പെട്ടെന്ന് വലതുവശത്തെ ഭിത്തിയിൽ നിന്ന് ഒരു ഭീകരമായ നീല തീജ്വാല ലേസർ രശ്മി പോലെ ആർഷന്റെ തല ലക്ഷ്യമാക്കി പാഞ്ഞുവരുന്നു. അത് കണ്ട സിറോ ഒട്ടും ആലോചിക്കാതെ ആർഷനും ആ രശ്മിക്കുമിടയിലേക്ക് പറന്നെത്തി സ്വന്തം ശരീരം കൊണ്ട് ആ രശ്മിയെ തടുക്കുന്നു. ഇത് കണ്ട ആർഷൻ ഉച്ചത്തിൽ അലറി, സിറോ, വേണ്ട! ആ അതിശക്തമായ നീലപ്രകാശം സിറോയുടെ ശരീരത്തിൽ പതിക്കുന്നു. കാർബൺ സെല്ലുകൾക്ക് പോലും താങ്ങാൻ കഴിയാത്ത ചൂടിൽ സിറോയുടെ സ്വർണ്ണ പുറമ്പാളികൾ തൽക്ഷണമുരുകി വെള്ളം പോലെ നിലത്ത് വീഴുന്നു. സിറോയുടെ മെമ്മറി സൂക്ഷിച്ചിരുന്ന ആ പ്രകാശ സെല്ലുകൾ വായുവിൽ ചിതറിത്തെറിച്ചു നിൽക്കുന്നു. ഒരു നക്ഷത്രക്കൂട്ടം തകർന്നതുപോലെ ആ വെളിച്ചം വായുവിൽ പടർന്നു നിൽക്കുന്നു. ആർഷന്റെ ജീവൻ രക്ഷിക്കാൻ സിറോ സ്വയമില്ലാതായോ? പ്രകാശ സെല്ലുകളായി വായുവിൽ ചിതറിപ്പോയ സിറോയെ ആർഷന് തിരിച്ചെടുക്കാൻ കഴിയുമോ? ആ ശിലാഫലകം ആർഷന് നൽകാൻ പോകുന്നത് പൃഥ്വിതത്വത്തിന്റെ അറിവാണോ അതോ വലിയൊരു ശാപമാണോ? അദൃശ്യവേദയുടെ ഈ ഞെട്ടിക്കുന്ന വഴിത്തിരിവിൽ ഇനി എന്ത് സംഭവിക്കും? അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കൂ. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.